الحمد لله الحمد لله رب العالمين نحمده ونستعينه ونستغفره ونعوذ بالله من شرور أنفسنا ومن سيئات أعمالنا من يهده الله فلا مضل له ومن يضلل فلا هادي له أشهد أن لا إله إلا الله وحده لا شريك له وأشهد أن محمدا عبده ورسوله اللهم صل على محمد وعلى آل محمد كما صليت على إبراهيم وعلى آل إبراهيم إنك حميد مجيد اللهم بارك على محمد وعلى آل محمد كما باركت على إبراهيم وعلى آل إبراهيم إنك حميد مجيد أما بعد فإن خير الحديث كتاب الله وخير الهدي هدي محمد صلى الله عليه وسلم وشر الأمور محدثاتها وكل محدثة بدعة وكل بدعة ضلالة وكل ضلالة في النار أعوذ بالله من الشيطان الرجيم يا أيها الذين آمنوا اتقوا الله حق تقاته ولا تموتن إلا وأنتم مسلمون أعوذ بالله من الشيطان الرجيم الذي يؤتي ماله يتزكى وما لأحد عنده من نعمة تجزى പരിശുദ്ധമായ അള്ളാഹുവിൻ്റെ ഭവനത്തിൽ ഒരുമിച്ച് ചേർന്ന സഹോദരങ്ങളെ സഹോദരികളെ, സർവ്വലോകരക്ഷിതാവായ അള്ളാഹുവിനെ സൂക്ഷിക്കണേ എന്ന് സംസാരിക്കുന്ന എന്നോടും കേൾക്കുന്ന നിങ്ങളോടും വളരെയധികം സ്നേഹത്തോടുകൂടെ ഓർമ്മപ്പെടുത്തുകയാണ്, ഉപദേശിക്കുകയാണ്. ജീവിതത്തിൽ ഒരിക്കലും അകപ്പെടരുത് എന്ന് എല്ലാവരും ആഗ്രഹിക്കുന്ന ഒന്നാണ് കടബാധ്യതകൾ. പല ആളുകളുടെയും ജീവിതത്തിൻ്റെ എല്ലാ സൗഭാഗ്യങ്ങളും നശിപ്പിച്ചു കളഞ്ഞതും ദരിദ്രന്മാരാക്കിയതും അവരുടെ ജീവിതത്തിലെ കടവുമായി ബന്ധപ്പെട്ട കാര്യങ്ങളാണ് എന്ന് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കും. ലോകത്ത് ധാരാളം ആളുകൾക്ക് അവരുടെ കിടപ്പാടം നഷ്ടപ്പെട്ടത്, അവരുടെ വീടുകൾ നഷ്ടപ്പെട്ടത് അവരുടെ കടവുമായി ബന്ധപ്പെട്ട വിഷയത്തിലാണ്. പലർക്കും ജനങ്ങൾക്കിടയിലേക്ക് ഇറങ്ങാൻ പറ്റാത്ത സാഹചര്യമുണ്ടായത്, കുടുംബസമേതം ആത്മഹത്യകൾ ചെയ്യേണ്ടി വന്നത് കടവുമായി ബന്ധപ്പെട്ട വിഷയത്തിലാണ്. കടമെന്ന് പറയുന്നത് ഏറെ ഗൗരവമുള്ളതാണ് എന്ന് പലപ്പോഴും പല ആളുകളും മനസ്സിലാക്കാതെ പോകുന്നുണ്ട് എന്നുള്ളതൊരു യാഥാർത്ഥ്യമാണ്. ഒരു വിശ്വാസിയെ സംബന്ധിച്ചിടത്തോളം കടവുമായി ബന്ധപ്പെട്ട് ഗൗരവമായ താക്കീതുകളും ഉണർത്തലുകളുമാണ് നമ്മുടെ മതം, പരിശുദ്ധ ഇസ്ലാം പഠിപ്പിച്ചിട്ടുള്ളത്. അതുകൊണ്ട് തന്നെ മുൻഗാമികളായ ആളുകൾ കടബാധ്യതയുമായി ബന്ധപ്പെട്ട വിഷയങ്ങളെക്കുറിച്ച് പറഞ്ഞത് അദ്ദൈനു ഹമ്മുൻ ബില്ലൈലി വമദല്ലത്തുൻ ബിന്നഹാർ എന്നാണ്. വളരെ അർത്ഥവത്തായൊരു പ്രയോഗമാണത്. അദ്ദൈനു ഹമ്മുൻ, കടമെന്ന് പറഞ്ഞാൽ അത് ദുഃഖമാണ്. എപ്പോൾ? ബില്ലൈൽ, രാത്രിയിൽ. കടബാധ്യതയുള്ള ഒരു മനുഷ്യനെ സംബന്ധിച്ചിടത്തോളം അവൻ്റെ രാത്രികൾ ദുഃഖത്തോടു കൂടെയാണ് അവൻ കഴിച്ചു കൂട്ടുന്നത്. എന്നാൽ അവൻ്റെ പ്രഭാതം എങ്ങനെയാണ്, പുലരി എങ്ങനെയാണ്? വമദല്ലത്തുൻ ബിന്നഹാർ, അവൻ്റെ പകലുകൾ അപമാനമാണ്.
ആളുകളുടെ ഇടയിലേക്ക് ഇറങ്ങുന്നതിന് അവൻ പേടിക്കുന്നുണ്ട്. അപമാനത്തോടുകൂടെയാണ് അവൻ അവൻ്റെ പകലുകളെ തള്ളി നീക്കുന്നത്. മഹാനായ ഉമർ ഇബ്നു ഖത്താബ് റളിയല്ലാഹു അൻഹു കടവുമായി ബന്ധപ്പെട്ട വിഷയത്തെക്കുറിച്ചും അദ്ദേഹം പറഞ്ഞത് ഇയ്യാകും വദ്ദൈൻ, നിങ്ങൾ കടത്തെ സൂക്ഷിക്കണം, കടബാധ്യതകളെ നിങ്ങൾ സൂക്ഷിക്കണം. ഫഇന്ന അവ്വലഹു ഹമ്മുൻ വആഖിറഹു ഹർബുൻ, അതിൻ്റെ തുടക്കം തന്നെ ദുഃഖമാണ്. കടത്തിൻ്റെ തുടക്കം ദുഃഖമാണ്, അതിൻ്റെ ആഖിർ, അതിൻ്റെ അവസാനം എന്ന് പറഞ്ഞാൽ അത് യുദ്ധമാണ് എന്നാണ് മഹാനായ ഉമർ ഇബ്നു ഖത്താബ് റളിയല്ലാഹു അൻഹു സൂചിപ്പിക്കുന്നത്. നോക്കൂ നിങ്ങൾ, സലഫുകളായ ആളുകളുടെ ഈ രണ്ട് വാചകങ്ങളിൽ നിന്ന് തന്നെ കടത്തിൻ്റെ ഗൗരവം നമുക്ക് എല്ലാവർക്കും മനസ്സിലാക്കാൻ സാധിക്കും. വിശുദ്ധ ഖുർആനിൽ 6000 ചില്ലാനം ആയത്തുകളുണ്ട്. ഈ 6000 ചില്ലാനം ആയത്തുകളിൽ അല്ലാഹു സുബ്ഹാനഹു വ തആല ഏറ്റവും വലിയ ആയത്തിലൂടെ ചർച്ചാ വിഷയമാക്കിയത് കടവുമായി ബന്ധപ്പെട്ട വിഷയമാണ്. വിശുദ്ധ ഖുർആനിലെ ഏറ്റവും വലിയ ആയത്തുദ്ദൈൻ എന്ന പേരിലാണ് അറിയപ്പെടുന്നത്. കടവുമായി ബന്ധപ്പെട്ട വിഷയമാണ്. അതിൽ സുദീർഘമായ കടവുമായി ബന്ധപ്പെട്ട നിയമങ്ങൾ, നിർദ്ദേശങ്ങൾ, പാലിക്കേണ്ട കാര്യങ്ങളെല്ലാം പഠിപ്പിക്കുന്നുണ്ട്. അല്ലാഹു പറഞ്ഞത് യാ അയ്യുഹല്ലദീന ആമനു ഇദാ തദായൻതും ബിദൈനിൻ ഇലാ അജലിൻ മുസമ്മാ ഫക്തുബൂഹു എന്ന് പറഞ്ഞ് വിശദീകരിച്ചത് കേവലം ഏകദേശം ഒരു പേജോളം വലിപ്പമുള്ള ഒരായത്താണത്. അതാണ് ഖുർആനിലെ ഏറ്റവും വലിയ ആയത്ത്. ആ ആയത്തിലെ പ്രധാനപ്പെട്ട ചർച്ചാ വിഷയം കടമാണ്. ഈ ആയത്തിന്റെ തുടക്കത്തിലെ വിളി തന്നെ എന്താണ്? യാ അയ്യുഹല്ലദീന ആമനു. ഒരുപാട് ഖുത്ബകളിൽ നമ്മൾ കേട്ട വിഷയമാണ്. ഈ അഭിസംബോധന വന്നാൽ, വിശ്വാസികളെ വിളിച്ച് അല്ലാഹു ഒരു കാര്യം കൽപ്പിച്ചാൽ അതിന്റെ തൊട്ടു പിറകെ വരുന്ന കാര്യങ്ങൾ അത് അമ്രാണ്, കൽപ്പനയാണ്, പ്രാവർത്തികമാക്കേണ്ട കാര്യമാണ്. ആ പ്രാവർത്തികമാക്കേണ്ട കാര്യങ്ങളിൽ പെട്ടതാണ് സത്യവിശ്വാസികളെ, നിങ്ങളൊരു നിശ്ചിത അവധി വെച്ചുകൊണ്ട് നിങ്ങൾ അന്യോന്യം വല്ല കടമിടപാടും നടത്തിയാൽ നിങ്ങൾ അത് എഴുതി വെക്കണമെന്ന് അല്ലാഹു പറയുന്നുണ്ട്. അതുമായി ബന്ധപ്പെട്ട വിഷയങ്ങൾ വിശദീകരിക്കുന്നത്. നോക്കൂ നിങ്ങൾ, കടം കൊടുത്ത ആളുകളാണ് നമ്മളെല്ലാവരും. ഖുർആനിന്റെ ഈ കൽപ്പന പാലിക്കാൻ നമ്മളിൽ എത്ര ആളുകൾക്ക് പറ്റിയിട്ടുണ്ട്? നമ്മളൊക്കെ പല ആളുകൾക്കും കടം കൊടുത്തവരാണ്. ഈ പള്ളിയിൽ ഇരിക്കുന്ന, എൻ്റെ ഖുത്ബ കേൾക്കുന്ന പല ആളുകളും കടം കൊടുക്കുന്നവരാണ്. പക്ഷെ എഴുതി വെക്കാറുണ്ടോ? എഴുതി വെക്കാനെങ്ങാനും നമ്മൾ പറഞ്ഞാൽ ഇന്നത്തെ കാലഘട്ടത്തിൽ അവസ്ഥ എന്തായിരിക്കും? എന്താ ആളുകൾ പറയാ? ഒരു 10,000 രൂപ വാങ്ങുമ്പോൾ അല്ലെങ്കിൽ ഒരു 5,000 രൂപ വാങ്ങുമ്പോൾ അതൊന്ന് എഴുതി തരണമെന്ന് പറഞ്ഞാൽ എങ്ങനെയാണ് മറ്റുള്ള ആളുകൾ നമ്മളെ കാണുന്നത്? അതൊരു വലിയ അപരാധമായി, നമ്മളെ വിശ്വാസമില്ലാത്ത ആളുകളായിട്ടാണ് പലപ്പോഴും അത്തരം കാര്യങ്ങളെ ആളുകൾ നോക്കിക്കാണുന്നത്. ഖുർആനിന്റെ കൽപ്പനയാണ് യാ അയ്യുഹല്ലദീന ആമനു ഇദാ തദായൻതും ബിദൈനിൻ ഇലാ അജലിൻ മുസമ്മാ ഫക്തുബൂഹു, നിങ്ങൾ അത് എഴുതി വെക്കണമെന്നാണ്. അത് ഖുർആന്റെ കൽപ്പനയാണ്. അതുകൊണ്ട് തന്നെ കടം കൊടുക്കുന്ന ആളുകൾ ആദ്യം മനസ്സിലാക്കേണ്ടത് എഴുതി വെക്കാതെ ഒരു പൈസ പോലും കടം കൊടുക്കരുത്. അത് ഖുർആന്റെ നിയമമാണ്, അള്ളാന്റെ കൽപ്പനയാണ്. നിസ്കാരം പോലെ, നോമ്പ് പോലെ ഗൗരവമായ ഒരു താക്കീതാണ് എന്ന് നമ്മളെല്ലാവരും മനസ്സിലാക്കേണ്ടതുണ്ട്. അതേപോലെ തന്നെ പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമ കടമുള്ളവരുടെ പാപങ്ങൾ, ഒരാൾ കടബാധ്യതയുള്ള മനുഷ്യനാണ്, അയാളുടെ പാപങ്ങൾ ആ കടം വീട്ടാതെ അള്ളാഹു പുറത്തു കൊടുക്കുകയില്ല എന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ നമ്മളെ പഠിപ്പിച്ചിട്ടുണ്ട്. ഒരിക്കൽ പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമ സ്വഹാബികളുടെ കൂടെ ഇരിക്കുകയാണ്. ആ സമയത്ത് ഖാമ ഫീഹിം വദക്കറ ലഹും അന്നൽ ജിഹാദ ഫീ സബീലില്ലാഹ് വൽ ഈമാന ബില്ലാഹി അഫ്ദലുൽ അഅമാൽ. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം സ്വഹാബികളുടെ ഇടയിലിരുന്ന് ജിഹാദിനെ കുറിച്ച്, അതേപോലെ തന്നെ ഈമാൻ കാര്യങ്ങളെ കുറിച്ചൊക്കെ പ്രവാചകൻ ഇങ്ങനെ സംസാരിക്കുകയാണ്. ഏറ്റവും ശ്രേഷ്ഠമായ വിശ്വാസ കാര്യങ്ങളിൽ ഏറ്റവും ശ്രേഷ്ഠമായത് ഏതാണ്, ജിഹാദിന്റെ സ്ഥാനം എന്താണ് എന്നൊക്കെ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം വിശദീകരിക്കുകയാണ്. ജിഹാദ് എന്ന് പറഞ്ഞാൽ ഇത് പവിത്രമാണ്, വലിയ കൂലി കിട്ടുന്ന കാര്യമാണ് എന്നൊക്കെ പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞപ്പോൾ ഫഖാമ റജുലൻ, ഒരു മനുഷ്യൻ എഴുന്നേറ്റ് വന്നു. അയാൾ ചോദിച്ചു, യാ റസൂലല്ലാഹ്, അല്ലാഹുവിന്റെ പ്രവാചകരെ, അറഅയ്ത ഇൻ ഖുതിൽതു ഫീ സബീലില്ലാഹ് തുകഫറു അന്നി ഖതായ. അല്ലാഹുവിന്റെ റസൂലേ, ഒരു മനുഷ്യൻ അല്ലാഹുവിന്റെ മാർഗത്തിൽ ധർമ്മസമരം നടത്തി, ജിഹാദ് നടത്തി, അയാൾ ഷഹീദായാൽ, കൊല്ലപ്പെട്ടാൽ അയാളുടെ പാപങ്ങൾ അല്ലാഹു പുറത്തു കൊടുക്കോ? അയാളുടെ തെറ്റുകൾ അല്ലാഹു പൊറുക്കുമോ? ഫഖാല റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം നഅം. നബി പറഞ്ഞു, അതെ, ജിഹാദ് ചെയ്ത ഒരാളുടെ ജീവിതത്തിൽ സംഭവിച്ച പാപങ്ങളൊക്കെ പുറത്തു കൊടുക്കും. ആ സദസ്സ് അങ്ങനെ നീണ്ടുപോവുകയാണ്. പെട്ടെന്ന് റസൂലുള്ളാഹി ചോദിക്കുന്നുണ്ട് ആ മനുഷ്യനോട്, എന്താ നിങ്ങൾ ചോദിച്ച ചോദ്യം? നിങ്ങൾ ചോദിച്ച ചോദ്യം എന്താണ്? അപ്പൊ അയാൾ അന്നുകൂടെ ആ ചോദ്യം പറഞ്ഞു. അള്ളാന്റെ മാർഗത്തിൽ ധർമ്മസമരം നടത്തിയ ഒരു മനുഷ്യൻ, അയാൾ കൊല്ലപ്പെട്ടാൽ, ഷഹീദായാൽ അയാളുടെ എല്ലാ പാപങ്ങളും പുറത്തു കൊടുക്കോ? അപ്പൊ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, ഇൻ ഖുതിൽത ഫീ സബീലില്ലാഹ് വഅൻത സാബിറുൻ മുഹ്തസിബുൻ മുഖ്ബിലുൻ ഗൈറ മുദ്ബിരിൻ. വല്ലാത്തൊരു പ്രയോഗമാണത്. എന്താ റസൂലുള്ളാഹി പറഞ്ഞത്? ഒരാൾ അള്ളാന്റെ മാർഗത്തിൽ ധർമ്മസമരം നടത്തി കൊല്ലപ്പെട്ടു, ഷഹീദായി.
അയാൾ എങ്ങനെയുള്ളയാളാണ്? അള്ളാഹുവിന്റെ മാർഗത്തിൽ ക്ഷമിച്ചവനാണ്, പ്രതിഫലം കാംക്ഷിച്ചവനാണ്. അയാള് പരിക്ക് പറ്റിയപ്പോൾ അല്ലെങ്കിൽ അപകടം ഉണ്ടായപ്പോൾ ആ ക്ഷമയവലംബിച്ച് പ്രതിഫലം കാംക്ഷിച്ചുകൊണ്ടാണ് അയാൾ ധർമ്മസമരം നടത്തി കൊല്ലപ്പെട്ടത് എങ്കിൽ അയാൾ ഷഹീദാണ്. അയാൾക്ക് എല്ലാ പാപങ്ങളും പുറത്തു കൊടുക്കും. ഒരൊറ്റ ഷർത്ത്, അവൻ ആരാകാൻ പാടില്ല? ഗൈറ മുദ്ബിരിൻ, അവൻ കടബാധ്യത ആളാകാൻ പാടില്ല. കടബാധ്യതയുള്ളവനാണോ ഷഹീദിന് പോലും അള്ളാഹു പുറത്തു കൊടുക്കില്ല എന്നാണ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറയുന്നത്. നോക്കൂ നിങ്ങൾ, അള്ളാന്റെ മാർഗത്തിൽ ധർമ്മസമരം നടത്തി പോരാടിയ ഒരു മനുഷ്യൻ, അയാൾ കടമുള്ളവനാണ് എങ്കിൽ അവന്റെ പാപങ്ങൾ അള്ളാഹു പുറത്തു കൊടുക്കില്ല, ആ കടം വീട്ടാതെയാണ്. മറ്റൊരു ഹദീസിൽ കാണാം റസൂലുള്ളാഹി പറഞ്ഞു, യുഗ്ഫറു ലിശ്ശഹീദി കുല്ലു ദംബിൻ ഇല്ല ദൈൻ. ഷഹീദായ മനുഷ്യന് അള്ളാഹു എല്ലാം പുറത്തു കൊടുക്കും, ഇല്ല ദൈൻ, കടമൊഴികെ, കടബാധ്യതയൊഴികെ. ഇമാം മുസ്ലിം ഉദ്ധരിക്കുന്ന ഹദീത്തിൽ നമുക്കത് വായിക്കാൻ സാധിക്കും. അതേപോലെ പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം ഒരിക്കൽ സ്വഹാബികളുടെ കൂടെ ഇരിക്കുന്ന രംഗം മഹാനായ മുഹമ്മദ് ബിൻ ജഹ്ഷ് റളിയല്ലാഹു അൻഹു വിശദീകരിക്കുന്നുണ്ട്. അദ്ദേഹം പറഞ്ഞു, കുന്ന ജുലൂസൻ ഇൻദ റസൂലില്ലാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ഫറഫഅ റഅസഹു ഇല സമാ. നബി ഞങ്ങളുടെ ചുറ്റും, ഞങ്ങൾ നബിന്റെ ചുറ്റും ഇങ്ങനെ ഇരിക്കുകയാണ്. ആ സമയത്ത് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പെട്ടെന്ന് തല ആകാശത്തേക്ക് ഉയർത്തി. ثم وضع راحته على جبهته ثم قال سبحان الله ماذا نزل من التشديد. നബി ആകാശത്തേക്ക് തലകൾ ഉയർത്തി, നബിയുടെ നെറ്റിത്തടക്കം വിയർക്കാൻ തുടങ്ങി. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറയാണ്, സുബ്ഹാനല്ലാഹ്, അല്ലാഹു എത്ര പരിശുദ്ധനാണ്, എന്തൊരു കാഠിന്യമേറിയ കാര്യങ്ങളാണ് അവതരിച്ചിരിക്കുന്നത്, അവതീർണമായിരിക്കുന്നത്, അഥവാ വഹി ലഭിച്ചിരിക്കുന്നത്. അപ്പൊ സ്വഹാബികൾ പറയാം, ഞങ്ങള് ഒന്നും മിണ്ടിയില്ല, ഞങ്ങൾ മിണ്ടാതെ ഞങ്ങളൊക്കെ എന്ത് ചെയ്തു, പിരിഞ്ഞുപോയി. അങ്ങനെ അടുത്ത ദിവസം അടുത്ത ദിവസം നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയോട് ഞങ്ങൾ ചോദിച്ചു, അല്ലാഹുവിന്റെ റസൂലേ, നബിയെ, ഇന്നലെ നിങ്ങൾ പറഞ്ഞാൽ എന്തോ കഠിനമായ കാര്യം ഇറങ്ങിയെന്ന്, അതെന്താണ് നബിയെ, അതെന്ത് വിഷയമാണ്? അപ്പൊ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, വല്ലദീ നഫ്സി ബിയദി, എന്റെ ആത്മാവ് ആരുടെ കയ്യിലാണോ അവൻ തന്നെയാണ് സത്യം. ലൗ അന്ന റജുലൻ ഖുതില ഫീ സബീലില്ലാഹ്, ഒരു മനുഷ്യൻ അല്ലാഹുവിന്റെ മാർഗത്തിൽ ധർമ്മസമരം നടത്തിയവൻ ഷഹീദായി. തുമ്മ വഹിയ, അവൻ വീണ്ടും ജീവൻ കൊടുത്തു, അവന് വീണ്ടും ജീവൻ ലഭിച്ചു. തുമ്മ കുത്തില, വീണ്ടും അവൻ ഷഹീദായി. തുമ്മ വഹിയ, വീണ്ടും അവന് ജീവൻ കൊടുത്തു. തുമ്മ കുത്തില, വീണ്ടും അവൻ കൊല്ലപ്പെട്ടു, ഷഹീദായി. വഅലൈഹി ദൈനുൻ, അവന്റെ മേലിൽ ദൈനുണ്ട്. മാ ദഖലൽ ജന്ന, അവൻ സ്വർഗ്ഗത്തിൽ പ്രവേശിക്കുകയില്ല. ഹത്താ യുഖ്ല അൻഹു ദൈനഹു, അവന്റെ കടബാധ്യതകൾ അവൻ വീട്ടുന്നത് വരെ അവൻ സ്വർഗ്ഗത്തിൽ പ്രവേശിക്കില്ല എന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞത് ഇമാം നസായി ഉദ്ധരിക്കുന്ന ഹദീസിൽ നമുക്ക് വായിക്കാൻ പറ്റും. അപ്പൊ ഇതിന്റെ ഗൗരവം എത്രയാ? ഒരു കടബാധ്യതയുള്ള മനുഷ്യന് അവൻ 3 തവണ മരിച്ചു, ഷഹീദായിട്ട് വീണ്ടും ജീവൻ കിട്ടി, എന്നിട്ടും അവൻ ഷഹീദായി. അങ്ങനെയാണെങ്കിൽ പോലും അവന്റെ പാപങ്ങൾ അല്ലാഹു പുറത്തു കൊടുക്കുകയില്ല എന്നാണ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറയുന്നത്. നോക്കൂ നിങ്ങൾ, ഈ വിഷയത്തിന്റെ ഗൗരവം നമ്മൾ മനസ്സിലാക്കണം. പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമയിൽ നിന്ന് ജാബിർ റളിയല്ലാഹു അൻഹു ഉദ്ധരിക്കുന്ന ഹദീസിൽ കാണാം, തൂഫി റജുലൻ ഫഗസ്സൽനാഹു, ഞങ്ങളുടെ കൂട്ടത്തിൽ ആൾ കൊല്ലപ്പെട്ടു, മരിച്ചു. അപ്പൊ ഞങ്ങൾ എന്ത് ചെയ്തു? ഞങ്ങൾ അയാളുടെ മയ്യത്ത് കുളിപ്പിച്ചു. വഹന്നത്നാഹു വകഫന്നാഹു, അയാളെ ഞങ്ങൾ കഫൻ ചെയ്തു. അയാളെ ഞങ്ങൾ എന്ത് ചെയ്തു? സുഗന്ധമൊക്കെ പൂശി ആ മയ്യത്തിന്റെ കാര്യങ്ങളെല്ലാം ഞങ്ങൾ ചെയ്തു. സുമ്മ അതൈനാ ബിഹി റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം യുസല്ലി അലൈഹി, പിന്നീട് ഞങ്ങൾ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ സമീപത്തേക്ക് അയാൾക്ക് വേണ്ടി നിസ്കരിക്കാൻ വേണ്ടി വന്നു, അയാളെയും കൊണ്ടുവന്നു. അങ്ങനെ നബി നിസ്കരിക്കാൻ വേണ്ടി 1-2 സ്റ്റെപ്പ് മുന്നോട്ട് വെച്ചു. നിസ്കരിക്കാൻ തയ്യാറായി ഇങ്ങനെ നബി മുന്നോട്ട് വന്നു. നബിന്റെ ചോദ്യം, അലൈഹി ദൈനുൻ, ഈ മനുഷ്യന്റെ മേൽ കടമുണ്ടോ? ഇയാൾ കടബാധ്യതനാണോ? അപ്പൊ പറഞ്ഞു, ഖുൽനാ ദീനാറാൻ, നബി 2 ദീനാർ അയാൾക്ക് കടമുണ്ട്, 2 ദീനാർ. ഫൻസറഫ, നബി പിന്തിരിഞ്ഞു, നിസ്കരിക്കാൻ തയ്യാറായില്ല. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം മാറി നിന്നു. ആ സമയത്ത് മഹാനായ അബൂ ഖത്താദ റളിയല്ലാഹു അൻഹു അദ്ദേഹം മുന്നോട്ട് വന്ന് പറഞ്ഞു, നബിയെ, ആ ദീനാറാൻ ഞാൻ വീട്ടിക്കോളാം, അയാളുടെ കടം ഞാൻ വീട്ടിക്കോളാം. അപ്പൊ നബി ചോദിച്ചു, അബൂ ഖത്താദ, നീ അത് ഏറ്റെടുത്തോ? നിർബന്ധമായും ഏറ്റെടുത്തോ? നീ കൊടുത്തു വീട്ടുമോ? അദ്ദേഹം പറഞ്ഞു, നബി, അതെ, ഞാൻ കൊടുത്തു വീട്ടാം. അപ്പൊ നബി പറഞ്ഞു, അങ്ങനെയാണെങ്കിൽ അയാളുടെ മേൽ ആ കുറ്റത്തിൽ അയാൾ ഒഴിവാണ്. എന്നിട്ട് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം അയാൾക്ക് വേണ്ടി നിസ്കരിച്ചു, സഹാബികളുടെ കൂടെ നിസ്കരിച്ചു. ഹദീസിലേക്കാണ് 2 ദിവസങ്ങൾക്ക് ശേഷം അടുത്ത ദിവസം അല്ലെങ്കിൽ തൊട്ടടുത്ത ദിവസം നബി അബൂ ഖത്താദയെ കണ്ടപ്പോൾ നബി ചോദിച്ചു, മാ ഫഅല ദീനാറാൻ, അബൂ ഖത്താദ, ആ 2 ദീനാർ നീ എന്താ ചെയ്തത്? ആ 2 ദീനാർ നീ കൊടുത്തു വീട്ടിയോ? അപ്പൊ നബിയോട് അദ്ദേഹം പറഞ്ഞു, ഇന്നമാ മാത അംസ്, നബി, അയാൾ ഇന്നലെയല്ലേ മരിച്ചത്, ഞാൻ ഏറ്റക്കാരാണ്, ഞാൻ കൊടുത്തു, പക്ഷെ ഇന്നലെയല്ലേ മരിച്ചത്. അപ്പൊ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ
തൊട്ടടുത്ത ദിവസം വീണ്ടും ചോദിച്ച അബൂ ഖതാദ, ആ 2 ദീനാർ നീ എന്ത് ചെയ്തു? അപ്പൊ അദ്ദേഹം പറഞ്ഞു, നബിയെ ഞാനത് കൊടുത്തു വീട്ടിയിട്ടുണ്ട്. അപ്പൊ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം അൽആൻ ബറത്തു അലൈഹി ജിൽദുഹു, ഇപ്പോഴാണ് അയാളുടെ തൊലിക്കൊരാശ്വാസം ഉണ്ടായത്, തണുപ്പ് ലഭിച്ചു തുടങ്ങിയത് എന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞത് ഹദീസിൽ നമുക്ക് കാണാൻ പറ്റും. നോക്കൂ നിങ്ങൾ, പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം കടബാധ്യതയുള്ള മനുഷ്യന് വേണ്ടി നിസ്കരിക്കാൻ പോലും തയ്യാറായില്ല. ഇനി നമ്മൾ നമ്മുടെ ജീവിതത്തിലേക്ക് വന്ന് നോക്കൂ, നമ്മൾ എങ്ങനെയാണ് കടവുമായി ബന്ധപ്പെട്ട വിഷയത്തിൽ നമ്മുടെ നിലപാടെന്താ? വർത്തമാന കാലഘട്ടത്തിൽ നമ്മളൊക്കെ യാത്ര ചെയ്യുന്ന സമയത്ത് പല ബോർഡുകളും കാണും, നിങ്ങൾ നിരാശരാകേണ്ട, ഞങ്ങളുണ്ട്. EMI സംവിധാനങ്ങൾ വർദ്ധിച്ചു വരുന്ന ഒരു കാലഘട്ടമാണ്. നമ്മളെ കൊണ്ട് കടമെടുപ്പിക്കാൻ ആളുകൾ മത്സരിക്കാൻ, കമ്പനികൾ മത്സരിക്കാൻ. നമ്മളൊക്കെ ഫോണിലേക്ക് വരും, ഞങ്ങൾ ഇന്ന കമ്പനീൻ്റെ ആളാണ്, നിങ്ങൾക്ക് വാഹനം വേണോ, നിങ്ങൾക്ക് വീടിൻ്റെ ലോണ് വേണോ, നിങ്ങൾക്ക് മക്കളെ വിദേശത്ത് പഠിപ്പിക്കാൻ പണം ആവശ്യമാണ്, ഞങ്ങൾ തരാമെന്ന് പറഞ്ഞ് നമ്മുടെ പിറകെ ആളുകൾ ഓടിക്കൂടുന്ന കാലഘട്ടമാണിത്. നമ്മളെ കടക്കാരാക്കാൻ ആളുകൾ മത്സരിക്കണം. എന്നിട്ടോ അത്തരം കെണികളിൽ നമ്മൾ വീഴുന്നുണ്ട്. ഇവിടെ വിശ്വാസി മനസ്സിലാക്കേണ്ടത്, ഒന്ന്, ആവശ്യത്തിന് മാത്രം കടം വാങ്ങുക എന്നുള്ളത് വിശ്വാസികൾ പഠിക്കേണ്ട പാഠമാണ്. ആവശ്യമെന്ന പ്രയോഗത്തെ ഒന്നുകൂടെ സൂക്ഷിച്ചു പറഞ്ഞാൽ, അത്യാവശ്യത്തിന് മാത്രം കടം വാങ്ങുന്നവരാകണം വിശ്വാസി. വെറുതെ കടം വാങ്ങാൻ പാടില്ല, അത്യാവശ്യത്തിന് മാത്രം കടം വാങ്ങുന്നവരാകണം. ചികിത്സ പോലെയുള്ള അത്യാവശ്യങ്ങൾക്ക് വേണ്ടിയാണ് കടം വാങ്ങേണ്ടി വരിക. അത് പ്രത്യേകം തീയുടെ വിശ്വാസികൾ മനസ്സിലാക്കണം. മറ്റുള്ള ആളുകളുടെ അടുക്കൽ കാണുന്നതെല്ലാം തനിക്കും വേണമെന്ന ചിന്തയാണ് പലപ്പോഴും പല ആളുകളെയും കടക്കാരാക്കി മാറ്റുന്നത്. നമ്മുടെ സുഹൃത്ത് നല്ലൊരു ഫോൺ വാങ്ങി, അപ്പൊ നമ്മളിങ്ങനെ അല്ലേക്ക് എനിക്കൊന്ന് വാങ്ങണം, എളുപ്പമാണല്ലോ, മാസം എത്ര കൊടുത്താൽ മതിയല്ലോ. നമ്മുടെ കയ്യിൽ ഫോണുണ്ട്, സൗകര്യങ്ങളുണ്ട്, എന്നാലും നമ്മൾ എന്ത് ചെയ്യും? മറ്റുള്ളവരുടെ കയ്യിലുള്ളത് കണ്ട് അതുപോലെയുള്ളതൊന്ന് സ്വന്തമാക്കാൻ വേണ്ടി കടം വാങ്ങുന്ന മനുഷ്യന്മാരുണ്ട്. അള്ളാഹുവിന്റെ റസൂൽ പറഞ്ഞൊരു വാചകം നിങ്ങൾ കേൾക്കണം. നബി പറഞ്ഞു, നിർഭയത്വം ലഭിച്ചതിന് ശേഷം നിങ്ങൾ നിങ്ങളുടെ നഫ്സുകളെ ഭയത്തിലാഴ്ത്തരുത്. നമുക്കൊരു ചെറിയ വീടുണ്ട്, നമുക്ക് ഭക്ഷണം കഴിക്കാനുള്ള വകുപ്പുണ്ട്, നമുക്ക് ആവശ്യമുള്ളതൊക്കെ ഉണ്ട്. എന്നിട്ട് അമിതമായ ആഗ്രഹം കാരണം നമ്മൾ ആ സമാധാനമൊക്കെ കളഞ്ഞ് കടം വാങ്ങി നമ്മളെ തന്നെ ഭീതിയിലാക്കുന്ന, പ്രയാസപ്പെടുത്തുന്ന അവസ്ഥ ഉണ്ടാകരുത് എന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പിക്കാൻ. നബിയോട് ചോദിച്ചു, നബിയെ അതെന്താണ് ഈ സ്വന്തം മനസ്സിനെ ഭീതിയിലാഴ്ത്തുന്ന എന്താണ്? അപ്പൊ നബി പറഞ്ഞു, കടമാണെന്നാണ്, കടം വാങ്ങലാണ് എന്നാണ് പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞത്. അതുകൊണ്ട് തന്നെ അത്യാവശ്യത്തിന് മാത്രം കടം വാങ്ങുന്ന ആളുകളായി നമ്മൾ മാറണം. അതേപോലെ കടം വാങ്ങുന്ന ആളുകൾ ശ്രദ്ധിക്കേണ്ടതാണ്, കൊടുക്കണ്ട എന്ന ചിന്തയിൽ എന്ത് ചെയ്യരുത്? കടം വാങ്ങരുത്. നല്ല സമ്പന്നനായ ഒരു മനുഷ്യനാണ്, അപ്പൊ അയാളടുത്ത് കടം വാങ്ങാം, അയാൾ ഇങ്ങനെ കാണുമ്പോൾ ഒഴിഞ്ഞു മാറി നടന്നാൽ മതിയല്ലോ. കൊടുക്കണ്ട എന്ന ചിന്തയിൽ ഒരിക്കലും കടം വാങ്ങരുത് വിശ്വാസി. നമ്മൾ കടം വാങ്ങുമ്പോൾ എന്താണത് കൊടുത്തു വീട്ടാനുള്ള വഴി എന്താണ് എന്ന് ആദ്യം കണ്ടെത്തണം. എന്താ മാർഗം എന്താണെന്ന് ആലോചിക്കണം. എന്നിട്ടാണ് വിശ്വാസികളായ ആളുകൾ എന്ത് ചെയ്യേണ്ടത്? കടം. നബി പറഞ്ഞെന്തല്ലോ, ഒരാള് അള്ളാഹുവിന്റെ മാർഗത്തിൽ അയാൾ കടം വാങ്ങേണ്ടി വന്നപ്പോൾ അയാൾ കൊടുത്തു വീട്ടണമെന്ന ചിന്തയോടുകൂടെയാണ് കടം വാങ്ങിയത് എങ്കിൽ അവന്റെ കടം അള്ളാഹു വീട്ടും. എന്നാൽ കൊടുക്കണ്ട എന്ന ചിന്തയോടുകൂടെയാണ് ഒരു മനുഷ്യൻ കടം വാങ്ങിയത് എങ്കിൽ അവനെ അള്ളാഹു ഇകഴ്ത്തിക്കളയും. അവനെ അള്ളാഹു അത് കൊടുത്തു വീട്ടാൽ ഒരു സാഹചര്യം അവൻ ഉണ്ടാകൂല, അവന്റെ ജീവിതത്തിൽ ബർക്കത്തുണ്ടാവില്ല എന്ന് പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം വചനത്തിൽ നിന്ന് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കും. അതുകൊണ്ട് തന്നെ എന്താ വേണ്ടത്? നമ്മൾ കടം വാങ്ങുമ്പോൾ തന്നെ വാങ്ങേണ്ട സാഹചര്യം വന്നാൽ അത് കൊടുത്തു വീട്ടുമെന്ന ഉറപ്പോടുകൂടെ, ആ ചിന്തയോടുകൂടെ നമ്മൾ കടം വാങ്ങണം. കടം വാങ്ങിയ ആളുകൾ എന്ത് ചെയ്യണം? തിരിച്ചു കൊടുക്കൽ നിർബന്ധമാണ്. തിരിച്ചു കൊടുക്കൽ നിർബന്ധമാണ്, ഇസ്ലാമിന്റെ നിയമമാണത്. കടം വാങ്ങുന്നയാള് അതിൻ്റെ എത്ര വേഗമാണോ കൊടുത്തു വീട്ടാൻ പറ്റുന്നത് അത്രയും വേഗം കൊടുത്തു വീട്ടുക. നമ്മളെ പോക്കറ്റിൽ പണം വെച്ചിട്ട് നമ്മളൊരു അവധി പറഞ്ഞിരിക്കണം, ഉദാഹരണത്തിന് 1 വർഷം കഴിഞ്ഞിട്ട് തരുള്ളൂ, പക്ഷെ നമ്മളെ പണം ഉണ്ട്, ക്യാഷ് ഉണ്ട്. അപ്പം നമ്മൾ വിചാരിച്ചു ഞാൻ അവധി പറഞ്ഞിരിക്കണം. അങ്ങനെയല്ല, നമ്മുടെ കയ്യിൽ പണമുണ്ട് എങ്കിൽ വേഗം എന്ത് ചെയ്യണം? വാങ്ങിയ കടം നമ്മൾ കൊടുക്കണം. അത് വീടണം, കാരണം മറ്റൊരാളുടെ സമ്പത്താണ്. അതുകൊണ്ട് അയാൾക്ക് എന്ത് നമ്മൾ വേഗം തിരിച്ചു കൊടുക്കാനാണ് നമ്മൾ ശ്രദ്ധിക്കേണ്ടത്. വീട്ടിയില്ല എങ്കിൽ അള്ളാഹു പുറത്തു തരികയില്ല, നമ്മൾ മനസ്സിലാക്കണം. സഹോദരങ്ങൾ, എപ്പോഴും നമ്മൾ മരിക്കുക പറയാൻ പറ്റില്ല, എപ്പോഴാണ് നമ്മൾ മരിക്കുന്നത്. അപ്പോൾ ഈ പള്ളിയിലിരിക്കുന്ന ഞാൻ അടക്കമുള്ള എല്ലാവരും ആലോചിക്കേണ്ട ഒരു കാര്യം തരും, നമ്മുടെയൊക്കെ ബാധ്യതകൾ നമ്മൾ എഴുതി വെച്ചിട്ടുണ്ടോ? നമ്മൾ കൊടുക്കാനുള്ളത്, നമുക്ക് കിട്ടാനുള്ളതൊക്കെ എവിടെയെങ്കിലും എഴുതി വെച്ചിട്ടുണ്ടോ? നമ്മുടെ ഭാര്യമാർക്കറിയോ? ഭർത്താക്കന്മാർക്കറിയോ? നമ്മുടെ ബാപ്പാക്കറിയോ? മക്കൾക്കറിയോ? ഒരു ബാപ്പ മരണപ്പെട്ടാൽ ആ ബാപ്പയുടെ കടബാധ്യതകൾ അറിയുന്ന മക്കളുണ്ടോ ഈ കാലഘട്ടത്തിൽ? അറിയേണ്ടതില്ലേ? അറിഞ്ഞിട്ടില്ലെങ്കിൽ അവസ്ഥ അയാൾക്ക് പുറത്തു കൊടുക്കലാണ്, വീട്ടാൻ പോലും എവിടെയൊക്കെ ബാധ്യതകളൊന്നും ആർക്കും അറിയില്ല. അതുകൊണ്ട് തന്നെ കൃത്യമായ രേഖകൾ എന്ത് ചെയ്യണം? നമ്മുടെ അടുക്കൽ ഉണ്ടാകണം. വാങ്ങിയതിൻ്റെ, കൊടുത്തതിൻ്റെ രേഖകൾ ഉണ്ടാകണം. മനസ്സിലായില്ലേ? അത് നമ്മൾ വിശ്വാസികളായ ആളുകൾ പ്രത്യേകമായി ശ്രദ്ധിക്കേണ്ട കാര്യമാണ്. പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, ഒരു മനുഷ്യൻ മരിച്ചാൽ അയാളുടെ സ്വത്ത് അനന്തരമെടുക്കുന്നതിന് മുമ്പ് എന്ത് ചെയ്യണം?
അയാളുടെ സ്വത്ത് വീതം വെക്കുന്നതിന് മുമ്പ് അയാളുടെ കടബാധ്യതകൾ വീട്ടണമെന്ന് വിശുദ്ധ ഖുർആനിലെ 4-ാം അധ്യായത്തിലെ 11-ാമത്തെ ആയത്തിൽ മിൻ ബഅദി വസിയ്യത്തിൻ യൂസി ബിഹാ ഔ ദൈൻ എന്ന പ്രയോഗമുണ്ട്. കടം വീട്ടിയിട്ട് അയാളുടെ സ്വത്ത് വീതം വെക്കാൻ വരെ പാടുള്ളൂ. മക്കൾക്ക് മരിച്ച ഒരാളുടെ സമ്പത്ത് വീതം വെക്കുന്നതിന് അയാളുടെ കടബാധ്യത ഉണ്ടെങ്കിൽ എന്ത് ചെയ്യണം? അത് വീട്ടണം. അതേപോലെ തന്നെ ഒരു മനുഷ്യൻ അയാൾ കുറേ ദാനം കൊടുക്കുന്നുണ്ട്, സമ്പത്തൊക്കെ കൊടുക്കുന്ന പരിശുദ്ധി നേടുവാനായി തൻ്റെ ധനം നൽകുന്ന വ്യക്തി പ്രത്യുപകാരം നൽകപ്പെടേണ്ടത് യാതൊരു അനുഗ്രഹവും അവൻ്റെ പക്കൽ ഒരാൾക്കുമില്ല എന്ന ആയത്തിനെ വിശദീകരിച്ചുകൊണ്ട് ഇമാം സഅദി റഹ്മത്തുള്ളാഹി അലൈഹിയെ പോലെയുള്ള ആളുകൾ പറഞ്ഞത് കടം പോലെയുള്ള നിർബന്ധമായി നൽകേണ്ട ബാധ്യതകളെ മുൻനിർത്തി ഒരാൾ എന്ത് ചെയ്യാൻ പാടില്ല? കടമുള്ള ഒരാൾ സ്വതം കൊടുക്കേണ്ട ആവശ്യമില്ല, അയാൾ കടം വീട്ടണം. അത്രയും ഗൗരവം കടത്തിന്റെ വിഷയത്തിലുണ്ട്. അതുകൊണ്ട് തന്നെ നമ്മൾ കടം വാങ്ങാതിരിക്കുക, അത്യാവശ്യത്തിന് വാങ്ങുക, വാങ്ങിയാൽ അത് എഴുതി വെക്കുക, കൊടുത്താൽ എഴുതി വെക്കുക. ഇതൊക്കെ വിശ്വാസികൾ ശ്രദ്ധിക്കണം. ഒരൊറ്റ പോയിന്റ് കൂടെ സഹോദരങ്ങളെ, കടം തന്ന മനുഷ്യന്മാരെ നമ്മൾ ഓർക്കുക. നമ്മൾ കുടുങ്ങിയ, നമ്മൾ പ്രയാസപ്പെട്ട ഒരു സന്ദർഭത്തിൽ അവർ നമ്മളെ സഹായിച്ചതാണ്. എന്നിട്ട് നമ്മൾ അവരെ കാണുമ്പോൾ ഒളിഞ്ഞു നടക്കുക, നമ്മൾ അവരോട് ഇല്ല എന്ന് പറയാ, അത് ഗൗരവമുള്ള കാര്യമാണ്. അതുകൊണ്ട് തന്നെ ഇസ്ലാമിന്റെ ഈ വിഷയത്തിലുള്ള നിയമങ്ങൾ പാലിക്കാൻ നമ്മളെല്ലാവരും തയ്യാറാവുക. അല്ലാഹു നമ്മെ അനുഗ്രഹിക്കുമാറാകട്ടെ. അൽഹംദുലില്ലാഹ് അൽഹംദുലില്ലാഹി അല്ലദീ അല്ലമ ബിൽ ഖലം അല്ലമൽ ഇൻസാന മാ ലം യഅലം വസ്സലാത്തു വസ്സലാമു അലാ അഷ്റഫുൽ മുർസലീൻ വഅലാ ആലിഹി വഅസ്ഹാബിഹി അജ്മഈൻ. അമ്മാ ബഅദ്. ഒരിക്കൽ കൂടെ അല്ലാഹുവിനെ സൂക്ഷിക്കണേ എന്ന് എന്നെയും നിങ്ങളെയും ഓർമ്മപ്പെടുത്തുകയാണ്. വർത്തമാന കാലഘട്ടത്തിൽ ഓരോ ദിവസവും വാഹനാപകടങ്ങളുടെ വാർത്തകൾ ധാരാളം വായിച്ചു കൊണ്ടിരിക്കുന്നവരും കേൾക്കുന്നവരുമാണ് നമ്മൾ. ഇന്ന് പ്രഭാത സമയത്ത് സുബഹിയുടെ മുമ്പാണ് ഞാൻ എൻ്റെ വീട്ടിൽ നിന്ന് ഇറങ്ങുന്നത്. യാത്രാമധ്യേ ആ പുലരിയുടെ സമയത്ത് ഒരു വാഹനം വന്ന് ഇടിച്ചു കിടക്കുന്ന രംഗം കണ്ടുകൊണ്ടാണ് ഞാൻ ഈ പള്ളിയിലേക്ക് ഖുതുബക്ക് വരുന്നത്. ഇങ്ങനെയുള്ള എത്രയോ സംഭവങ്ങൾ നമ്മുടെ ഇടയിൽ നടന്നുകൊണ്ടിരിക്കുന്നുണ്ട്. ഒരുപക്ഷെ കേരളക്കരയിൽ കഴിഞ്ഞ ദിവസം ഏറെ ചർച്ച ചെയ്ത, എല്ലാവരും വായിച്ച വാർത്തയാണ് ഒരു കുടുംബത്തിലെ 4 കുട്ടികളുടെ മരണം, അപകടത്തിൽ അവർ മരണപ്പെട്ടത്. അല്ലാഹുവിൻ്റെ വിധിയാണ്. പക്ഷെ ഇത്തരം വാർത്തകളൊക്കെ കേൾക്കുമ്പോൾ വിശ്വാസികളായ നമ്മൾ ഒരു ആത്മപരിശോധന നടത്തേണ്ടതുണ്ട്. വാഹനാപകടങ്ങൾ നമ്മൾ കാരണം ഉണ്ടാകാതിരിക്കാൻ നമ്മൾ ശ്രദ്ധിക്കണം. ഒന്നാമത്തെ കാര്യം, നമ്മൾ കൊല്ലുക എന്നുള്ളത് ആത്മഹത്യയാണ്. നമ്മൾ മറ്റൊരാളെ കൊല്ലുക എന്നുള്ളത് കൊലപാതകമാണ്. അപ്പം നമ്മളാരും നമ്മളെ കൊല്ലാനും മറ്റുള്ളവരെ കൊല്ലാനും നമ്മൾ ആഗ്രഹിക്കുന്നില്ല. പക്ഷെ നമ്മുടെ ഒരു നിമിഷത്തെ അശ്രദ്ധ കൊണ്ട് ഇതൊക്കെ സംഭവിക്കാം. ഒരു ചെറിയ അശ്രദ്ധ കൊണ്ട്, ഗഫ്ലത്ത് കൊണ്ട് നമ്മൾ മരിക്കാം, അല്ലെങ്കിൽ നമ്മുടെ വഴിയാത്രക്കാരനായ ഒരു മനുഷ്യൻ മരിക്കാം, അല്ലെങ്കിൽ വാഹനം ഓടിക്കുന്ന ഒരാൾ മരിക്കും. ഇതൊക്കെ സംഭവിക്കാം. അപ്പം ഡ്രൈവിംഗ് എന്ന് പറയുന്നത്, വാഹനം ഓടിക്കുക എന്നുള്ളത്, അത് ശ്രദ്ധയോടുകൂടെ ചെയ്യേണ്ട ഒരു കാര്യമാണ്. നമ്മളെല്ലാവരും വാഹനം ഓടിക്കുന്ന ആൾക്കാർ, അല്ലെങ്കിൽ വാഹനങ്ങളിൽ ഇരിക്കുന്ന ആൾക്കാരാണ്. വാഹനവുമായി ബന്ധപ്പെടാതെ നമുക്ക് ആർക്കും ജീവിക്കാൻ സാധ്യമല്ല. അതുകൊണ്ട് തന്നെ ഈ വാഹന അപകടങ്ങളൊക്കെ വർദ്ധിച്ചു വരുന്ന ഈ കാലഘട്ടത്തിൽ ഒന്ന് മനസ്സിലാക്കേണ്ടത്, അമിത വേഗത അപകടമാണ്. ഇതെല്ലാവർക്കും അറിയാം, പറയുന്ന എനിക്കും അറിയാം, കേൾക്കുന്ന നിങ്ങൾക്കും അറിയാം. കഴിഞ്ഞ ദിവസങ്ങളിൽ ഞാൻ എൻ്റെ സുഹൃത്തിനോട് നിരന്തരം പറഞ്ഞു, നീ വാഹനം വല്ലാതെ സ്പീഡിലാണ് ഓടിക്കുന്നത് എല്ലാവരും പറയുന്നുണ്ട്, ശ്രദ്ധിക്കണം കേട്ടോ. അപ്പം അദ്ദേഹം എന്നോട് ചോദിച്ചു, ഞാനിപ്പോൾ ആരോട് സംസാരിച്ചാൽ എല്ലാവരും എന്നോട് പറയുന്നൊരു വാചകതാണ്, ഞാൻ എങ്ങനെയാണ് തിരുത്തേണ്ടത്? എങ്ങനെയാണ്? സ്പീഡിലാണ് വാഹനം ഓടിക്കുന്നതിൽ മറ്റുള്ളവർക്ക് പേടിയാണ്. സൈഡ് സീറ്റിൽ ഇരിക്കുന്ന ആൾക്ക് വരെ ഒരു ആശങ്കയോടുകൂടെയാണ് പല ആൾക്കാരുടെയും കൂടെ നമ്മൾ യാത്ര ചെയ്യുന്നത്, പേടിച്ചായിരിക്കുന്നത്. ശരിക്കും ഡ്രൈവിംഗ് എന്ന് പറഞ്ഞാൽ ഒരു ആസ്വാദനമാണ്, ഒരു അനുഭൂതിയാണ് യഥാർത്ഥത്തിൽ. എപ്പോഴാണ് ഇതൊരു ആസ്വാദനമായി മാറുന്നത്? നമ്മുടെ കൂടെ യാത്ര ചെയ്യുന്ന ആളുകൾ ഭയമില്ലാതെ, ആശങ്കയില്ലാതെ അവർക്കിരിക്കാൻ പറ്റുമ്പോഴാണ് ഇതൊരു ആസ്വാദനമാകുന്നത്. നമ്മുടെ വാഹനത്തിലോ നമ്മുടെ ഭാര്യ, നമ്മുടെ മക്കൾ, നമ്മുടെ മാതാപിതാക്കൾ, നമ്മളുമായി ബന്ധപ്പെട്ട ആളുകളൊക്കെ പേടിച്ച് വരച്ചിരിക്കുക. വണ്ടി എടുത്ത സമയം മുതൽ ആ വണ്ടി നിർത്തുന്ന സമയം വരെ പേടിച്ചിങ്ങനെ ആ 2 മണിക്കൂറോ 3 മണിക്കൂറോ എത്ര നേരമാണോ യാത്ര, അത്രയും സമയം പേടിച്ചിരിക്കുക. അതിലെന്ത് ആസ്വാദനമുള്ളത്? എന്ത് യാത്രയാണത്? അതുകൊണ്ട് തന്നെ ഡ്രൈവിംഗ് സീറ്റ് ഇരിക്കുന്ന ആള് ശ്രദ്ധിച്ച് വാഹനം ഓടിക്കണം. നമ്മൾ കാരണം എന്ത് ചെയ്യാൻ പാടില്ല? അപകടം ഉണ്ടാകാൻ പാടില്ല. അപകടങ്ങൾ വിളിച്ചു വരുത്തുന്ന പല സാഹചര്യങ്ങൾ എന്തിനാണ്? ട്രാഫിക് നിയമങ്ങൾ എന്തിനാ?
ട്രാഫിക് നിയമങ്ങൾ എന്ന് പറയുന്നത് നമുക്ക് പാലിക്കാനുള്ളതാണ്. ഡ്രൈവിങ്ങിന്റെ പിന്നെ നമ്മുടെ സീറ്റ് ബെൽറ്റ് ഇടണം, ധരിക്കണം എന്നുള്ളത് നമ്മുടെ നന്മക്ക് വേണ്ടി ഉണ്ടാക്കിയ നിയമമാണ്, നമ്മുടെ നന്മക്ക് വേണ്ടിയാണ്. അപ്പൊ നമ്മളത് ക്യാമറ ഉള്ള സ്ഥലത്ത് നിന്ന് ഇട്ടുക്കണമെന്ന് ഉറപ്പ് വരുത്തും. ക്യാമറ അല്ലെങ്കിലോ അത് ആവശ്യമില്ല എന്നുള്ള കാഴ്ചപ്പാടാണ്. അല്ലെ, ഹെൽമെറ്റ് എന്തിനാ? ബൈക്ക് ഓടിക്കുന്ന ആളുകൾ ഹെൽമെറ്റ് ധരിക്കണമെന്നുള്ള നിയമം എന്തിനാ കൊണ്ടുവന്നത്? അതുകൊണ്ടുണ്ടായ അപകടങ്ങൾ അറിയാത്തവരല്ല മനുഷ്യർ. അവിടെ വിശ്വാസി അവിശ്വാസി എന്ന വ്യത്യാസം എല്ലാവർക്കും അറിയാം, അത് അപകടമാണെന്നുള്ളത്. പക്ഷെ ഹെൽമെറ്റ് ധരിക്കാൻ പലപ്പോഴും നമ്മൾ തയ്യാറാകില്ല. എത്രയെത്ര ദുരന്തങ്ങളാണ്, എത്രയെത്ര മക്കളാണ് റോഡരികിൽ ചതഞ്ഞരിഞ്ഞ് മരണപ്പെട്ടത്, കൊല്ലപ്പെട്ടത്. അത്തരത്തിലുള്ള ദാരുണമായ രംഗങ്ങൾ കണ്ടവരും ഒരുപക്ഷെ നമ്മുടെ വീടുകളിലെ പല ആളുകളും അങ്ങനെ മരണപ്പെട്ടവരുമായിരിക്കും. അല്ലാഹു പുറത്തു കൊടുക്കുമാറാകട്ടെ. ഞാൻ പറയുന്നത്, അപകട വാർത്തകൾ കേൾക്കുമ്പോൾ ഒരു ബോധം നമുക്ക് ഉണ്ടാകണം. നമ്മൾ കാരണം ഒരാൾ നോക്കൂ, നിങ്ങൾ ഒരു മനുഷ്യന്റെ ഗഫ്ലത്ത് കാരണം നമ്മുടെ വണ്ടി തട്ടി ഒരാൾ മരിച്ചു എന്ന് വിചാരിക്കും. അത് നമ്മൾ അറിഞ്ഞുകൊണ്ട് കൊന്നതല്ല, അറിഞ്ഞാണ്ട് അപകടം ഉണ്ടാക്കിയതല്ല. എങ്കിൽ പോലും അയാൾ ഗഫ്ലത്തിൽ ചെയ്തതിന് 2 മാസക്കാലം തുടർച്ചയായി നോമ്പ് നോൽക്കണമെന്നുള്ളതാണ് ഇസ്ലാമിന്റെ നിയമം. അത്ര വലിയ പാപാണത്, അത്ര വലിയ കുറ്റമാണത്. നമ്മൾ കാരണം ഒരാൾ കൊല്ലപ്പെട്ട അല്ലെങ്കിൽ മരിച്ചു പോയാൽ നോക്കൂ നിങ്ങൾ, അവിടെ ഒരു വിധവ ഉണ്ടാകുന്നു, അനാഥരായ മക്കളുണ്ടാകുന്നു, ഒരു കുടുംബം അവർ വഴിയാധാരമാക്കപ്പെടുന്നു. എന്തൊക്കെ നഷ്ടങ്ങളാണ് അതുകൊണ്ടുണ്ടാകുന്നത്? അതിന്റെ കാരണം എന്താ പറയുക? ഒന്ന്, 10 മണിക്ക് എത്തേണ്ട ഒരു സ്ഥലത്തേക്ക് നമ്മളൊരു 2 മണിക്കൂർ യാത്ര ഉണ്ടെന്ന് വിചാരിക്കും. 2 മണിക്കൂർ യാത്ര ഉണ്ടെങ്കിൽ 8:30 ഇറങ്ങിയ പ്രശ്നമാണ്. 8:30 ഇറങ്ങിയ 9 മണിക്ക് ഇറങ്ങിയ പ്രശ്നമാണ്. കാരണം എന്താ? നമ്മുടെ ലക്ഷ്യം 10 മണിക്ക് ലക്ഷ്യസ്ഥാനത്ത് എത്താൻ വേണ്ടി നമ്മൾ അതിവേഗം എന്ത് ചെയ്യും? വണ്ടി ഓടിക്കും. അപ്പൊ അവിടെ നമ്മൾ തീരുമാനിക്കണം, എനിക്ക് 10 മണിക്ക് അവിടെ എത്തണമെങ്കിൽ ഒന്ന് റാഹത്തിൽ പോകാൻ, സമാധാനത്തിൽ പോകാൻ. ഒരു 8 മണിക്ക് പോയാലേ 10 മണിക്ക് എത്തുള്ളൂ എന്നുണ്ടെങ്കിൽ, അതാണ് കറക്റ്റ് സമയമെങ്കിൽ ഒരു അരമണിക്കൂർ മുമ്പ് എന്തിനും ഇറങ്ങാൻ തയ്യാറാകണം നമ്മൾ. ഇതൊക്കെയാണ് വിശ്വാസി ശ്രദ്ധിക്കേണ്ട കാര്യങ്ങൾ. അവിടെ പ്രത്യേകിച്ച് സ്ത്രീകൾ പലപ്പോഴും പല വീടുകളിലുള്ള പ്രശ്നം എന്താ? അവരിറങ്ങാൻ വൈകും. അവരവരുടെ എല്ലാ ഒരുക്കം കഴിഞ്ഞ് വരുമ്പോത്തിന് 8 മണിക്ക് ഇറങ്ങണമെന്ന് കുടുംബനാഥൻ പറഞ്ഞാൽ അവർ 8 ആയാലും ഇറങ്ങൂല, 8:45 ഇറങ്ങൂല. പിന്നെ ഈ ഡ്രൈവിംഗ് സീറ്റിൽ ഇരിക്കുന്ന കുടുംബനാഥൻ അവരെയും കൊണ്ട് ഓടിക്കാണ്. അതുകൊണ്ട് തന്നെ ഒരു നല്ല ശ്രദ്ധ അവിടെ ഉണ്ടാകണം. അതുകൊണ്ട് വേഗത നമ്മൾ നിയന്ത്രിക്കണം, നിയമങ്ങൾ നമ്മൾ പാലിക്കണം. മൊബൈലിന്റെ ഉപയോഗം, ഇത് പറയുമ്പോൾ എനിക്കും പേടിയുണ്ടില്ല എന്നല്ല, മൊബൈലിന്റെ ഉപയോഗം വർത്തമാന കാലഘട്ടത്തിൽ ഒരുപാട് സംവിധാനങ്ങൾ, സൗകര്യങ്ങളുണ്ട്. ആ സൗകര്യങ്ങൾ പരമാവധി നമ്മൾ ഉപയോഗിക്കുക. നോക്കൂ നിങ്ങൾ, ഒരൊറ്റ അശ്രദ്ധ മതി പലതും സംഭവിക്കാൻ. അതുകൊണ്ട് തന്നെ വേദനിക്കുന്ന വാർത്തകൾ കേൾക്കുമ്പോൾ അതിൽ നിന്ന് ചുറ്റുപാടിൽ നിന്ന് പാഠം ഉൾക്കൊള്ളാനും നമ്മുടെയൊക്കെ ജീവിതത്തെ ഒരു ക്രമീകരണം വരുത്താനും നമുക്ക് സാധിച്ചിട്ടില്ല എങ്കിൽ നമ്മൾ വിവരമില്ലാത്ത ഒരു ബോധമില്ലാത്ത ആളുകളുടെ കൂട്ടത്തിലാണ് നമ്മൾ ഉൾപ്പെടുക. അത്തരം കാര്യങ്ങൾ ശ്രദ്ധിക്കണമെന്ന് ഈ ഒരു സന്ദർഭത്തിൽ, പ്രത്യേകിച്ച് ദുരന്തങ്ങളുടെ വേദനയേറിയ വാർത്തകൾ കേട്ടുകൊണ്ടിരിക്കുന്ന ഈ കാലഘട്ടത്തിൽ എൻ്റെ പ്രിയപ്പെട്ട സഹോദരികൾ ഓർമ്മപ്പെടുത്തുകയാണ്. അല്ലാഹു സുബ്ഹാനഹു വ തആല പരിശുദ്ധമായ രീതിയിൽ ജീവിച്ച് ലാ ഇലാഹ ഇല്ലല്ലാഹ് എന്ന കലിമ ചൊല്ലി മരണപ്പെടുവാനും പരലോകത്ത് വിജയിക്കാനും അല്ലാഹു നമുക്ക് എല്ലാവർക്കും തൗഫീഖ് നൽകി നമ്മെ അനുഗ്രഹിക്കുമാറാകട്ടെ. അറിഞ്ഞും അറിയാതെയും നമ്മുടെ ജീവിതത്തിൽ സംഭവിച്ചു പോയ ചെറുതും വലുതുമായ എല്ലാ തെറ്റുകുറ്റങ്ങളും അല്ലാഹു പുറത്തു മാപ്പാക്കി തരുമാറാകട്ടെ. രോഗം കൊണ്ട് ബുദ്ധിമുട്ടുന്നവരുടെ അല്ലാഹു ശിഫ നൽകുമാറാകട്ടെ. അല്ലാഹുമ്മ ഗഫിർ ലിൽ മുഅ്മിനീന വൽ മുഅ്മിനാത്ത് വൽ മുസ്ലിമീന വൽ മുസ്ലിമാത്ത് അൽഹയാഅ മിൻഹും വൽ അംവാത്ത് അല്ലാഹുമ്മ അജിർനാ മിനൻ നാർ അല്ലാഹുമ്മ അജിർനാ മിനൻ നാർ അല്ലാഹുമ്മ അജിർനാ മിനൻ നാർ റബ്ബനാ ആതിനാ ഫിദ് ദുനിയ ഹസന വഫിൽ ആഖിറതി ഹസനതൻ വഖിനാ അദാബൻ നാർ. ആമീൻ ആമീൻ برحمتك يا أرحم الراحمين.